major problems or important problems related with the semiconductor physics. Consider two energy levels, E1, E electron volt above Fermi level, and E2, E electron volt below Fermi level. Two energy levels are given. E1 എന്ന് പറയുന്നത് ഇറ്റ്സ് ഫെർമി ലെവലിന് അബോവ് ആണ് ഈ ഇലക്ട്രോൺ വോൾട്ട്. E2 എന്ന് പറയുന്നത് അതേ ഫെർമി ലെവലിന് തന്നെ ബിലോ ഈ. P1 and P2 are respectively the probabilities of E1 being occupied by an electron. P1 എന്ന് പറഞ്ഞത് probability that E1 being occupied by an electron, and P2 എന്ന് പറയുന്ന probability that E2 being empty. അങ്ങനെ രണ്ട്. അപ്പോൾ E1 രണ്ട് ലെവലുണ്ട്, രണ്ട് പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. P1 എന്ന് പറഞ്ഞാൽ P1 is the probability of E1 being occupied and P2 is the probability being E2 empty. So relation between P1 and P2 ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എനർജി ലെവലിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. അത് ഞാനിവിടെ ആ സ്ലൈഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് ഇ ഈക്വൽ ടു നമ്മൾ പ്രോബിലിറ്റി ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോബിലിറ്റിയാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു 1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെറ്റ്. ഈ ഇക്വേഷനാണ് നമുക്ക് ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സോ വിൽ യൂസ് ദ ഇക്വേഷൻ ഹിയർ. എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് 1 divided by 1 plus e raised to e minus ef by kT. Okay, so that equation already we have discussed. അതാണ് കാണിച്ച സ്ലൈഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ എന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത് പ്രോബിലിറ്റി ആണ്. എന്തിൻ്റെ? എഫ് ഓഫ് E1. So will be equal to equation substitute 1 plus e raised to E1 minus ef by kT, right? കറക്റ്റ് ആണല്ലോ. E1 എന്ന് പറഞ്ഞത് P1 എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ദാറ്റ് E1 ബീങ് ഒക്യുപ്പൈഡ്. എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ദാറ്റ് എനർജി ലെവൽ ഒക്യുപ്പൈ ചെയ്യുന്ന എനർജി ലെവൽ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് എഫ് ഓഫ് ഇ എന്ന് പറയുന്നത്. സോ P1 ഈക്വൽ ടു എഫ് ഓഫ് E1 എന്ന് പറയുന്നത് ഇയുടെ സ്ഥാനത്ത് E1 കൊടുത്തു. ആൻഡ് ഈസ് ഗിവൺ ദാറ്റ് E1 ഈസ് എന്താണ്? E1 ഈസ് ഈ ഇലക്ട്രോൺ വോൾട്ട് എബോവ് ദ ഫെർമി ലെവലാണ്. ഫെർമി ലെവലാണ്. അപ്പോൾ E1 മൈനസ് ഇ വി എഫ് എന്ന് പറയുന്നത് ഇ ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 പ്ലസ് e raised to e by kt, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ P1 കഴിഞ്ഞു. രണ്ടാമത്തത് P2 എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് E2 ബീങ് എം ടി ആണ്, ഒക്യുപ്പേഷൻ അല്ല, എം ടി ആണ്. P1 എന്ന് പറയുന്നത് ബീങ് ഒക്യുപ്പൈഡ് ആണ്, P2 ബീങ് എം ടി ആണ്. സോ 1 മൈനസ് എഫ് ഓഫ് E2, റൈറ്റ്? സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് e raised to E എന്ന് പറയുന്നത് E2 ആവും. സോ E2 മൈനസ് ഇ എഫ് ബൈ കെ ടി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു E2 മൈനസ് ഇ എഫ്. E2 എന്ന് പറയുന്നതാണ് ഈ ഇലക്ട്രോൺ വോൾട്ട് ബിലോ ആണ് ഇ എഫിന്. അപ്പോൾ E2 മൈനസ് ഇ എഫ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇ 1 മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി, വിച്ച് ഇസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 പ്ലസ് വരും, മൈനസ് 1 ആകുമ്പോൾ ന്യൂമറേറ്റർ 1ഉം 1ഉം ക്യാൻസൽ ചെയ്യും. e raised to minus e by kt divided by 1 plus e raised to minus e by kt. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ ഇത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഇപ്പം ഞാൻ എഴുതിയ ഇക്വേഷൻ രണ്ട് സൈഡിലും e raised to e by ക്യാപിറ്റൽ e by kt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വിൽ ബി വാട്ട് ഹാപ്പൻസ് 1 ഡിവൈഡ് ബൈ e raised to e by kt കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മൈനസും പ്ലസും സെയിം ആയതുകൊണ്ട് e raised to 0 1 ഡിവൈഡ് ബൈ 1 അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇ റേസ് ടു ഇ ബൈ കെ ടി. രണ്ടാമത്തത് ആദ്യത്തെ സെയിം ആണ്, എക്സ്പെൻഷ്യൽ ഇ റേസ് ടു ഇ ബൈ കെ ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഇ റേസ് ടു 0 എന്ന് പറഞ്ഞ് 1 എന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 2. അതാണ് P2. സി P1 ആൻഡ് P2. P1 ഈസ് 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു ഇ ബൈ കെ ടി പ്ലസ് 1. P2 എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു ഇ ബൈ കെ ടി പ്ലസ് 1. രണ്ടും സെയിം ആണ്. 1 ഈസ് ഈക്വൽ ടു 2. അതുകൊണ്ട് എന്താണ്? P1 ഈക്വൽ ടു, ഇതാണ് റിലേഷൻ, P1 ഈക്വൽ ടു P2. സോ P1 ഉം P2 തമ്മിൽ റിലേഷനാണ് ക്വസ്റ്റ്യനകത്ത് വേണ്ടത്. ബോത്ത് ആർ ഈക്വൽ. ബി പ്രോബ്ലത്തിൽ P1 ഈക്വൽ ടു P2. സോ ആൻസർ ഈസ് ബി. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട് ബി. അതിൻ്റെ ഫോർമുല നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, നേരത്തെ നമ്മൾ പഠിച്ച ഈ ഫോർമുലയാണെന്ന്. അതൊന്നും ഇവിടെ സ്ലൈഡ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് സെക്കൻഡ് പ്രോബ്ലം. ഫോർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ വിത്ത് n ഈക്വൽ ടു ND, P ഈക്വൽ ടു NA² ബൈ ND. അറിയാവുന്ന ഇക്വേഷനാണ്.
n into p equal to Na square. The whole concentration will fall below the intrinsic value. N-type semiconductor, whole concentration fall below the intrinsic value. Why? Because some of the holes will drop to accept impurity states. No. Drop to dollar impurity states. No chance at all. Virtually alla. Recombine with electrons. But whole concentration koranulla reason N-type because some of the holes will recombine with electrons. Adana the answer. D. Answer is D. അടുത്തത്. If an electric field is applied to N-type semiconductor bar, you have a semiconductor bar N-type to which an electric field is applied. The electrons and holes move in opposite direction due to their opposite charges. അത് നമുക്കറിയാം. കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ഹോൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമായിരിക്കും. നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ചാർജാണ്. ഹോൾസ് മൂവ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനാണ് കറണ്ട്. ഇലക്ട്രോൺ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും. അപ്പോൾ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഡ്യൂ ടു ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. കറക്റ്റ്. N-type ആയതുകൊണ്ട് ഇലക്ട്രോൺസ് വിൽ ബി മജോറിറ്റി കേസ്. അത് കറക്റ്റ് ആൻസർ ആണ്. സം ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കറണ്ട് രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം രണ്ടുപേർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനിയും കറണ്ട് സം ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഹോളിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇലക്ട്രോൺ മൂവ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും. അപ്പോൾ സം ആയിട്ട് വരും. സം ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കറണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഡിഫറൻസ് അപ്പോൾ അത് നോക്കണ്ട. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? 1 and 2. സോ ആൻസർ ഈസ് ബി 1 and 2. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഹോൾ ഇഫക്റ്റ്? ഹോൾ ഇഫക്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. ഹോൾ തിയറം എന്ന് പറയുന്നത് നമുക്കറിയാം. വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് അപ്ലൈഡ് അക്രോസ് എ കറന്റ് ക്യാരിയിങ് മെറ്റൽസ് ഇൻ എ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമ്മൾ പഠിച്ചു തന്നെ. അപ്പോൾ അതാണ് ആദ്യത്തെ സെൻറ്റൻസ് തന്നെ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഡെഫിനിഷൻ ഓഫ് ഹോൾ ഇഫക്റ്റ് തന്നെ. ഹോൾ തിയറത്തിൻ്റെ അതേ ഡെഫിനിഷനാണ് ആദ്യം കാണുന്നത്. അപ്പോൾ അത് വാലിഡ് ആണ്. ഹോൾ വോൾട്ടേജ് ഇസ് വീക്ക് ഇൻ മെറ്റൽസ് ബട്ട് ഈസ് ലാർജ് ഇൻ സെമി കണ്ടക്ടേഴ്സ്. അത് കറക്റ്റാണ്. സെമി കണ്ടക്ടറിലാണ് ഹോൾ വോൾട്ടേജ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഹോൾ വോൾട്ടേജ് ഇസ് വെരി വീക്ക് ഇൻ സെമി കണ്ടക്ടേഴ്സ് ബട്ട് ലാർജ് ഇൻ മെറ്റൽസ്. അതപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് ആപ്ലിക്കബിൾ അല്ല. ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ മെഷർമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമ്മളവിടെ ഹോൾ ഇഫക്റ്റ് പറഞ്ഞാൽ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? N-type P-type ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് ഹോൾ ഇഫക്റ്റിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വരുന്ന വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ആണ് ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ദിസ് ഓൾസോ കറക്റ്റ്. സോ ആൻസർ എന്താണ്? 1 കറക്റ്റാണ്, 2 കറക്റ്റാണ്, 4 കറക്റ്റാണ്. സോ ആൻസർ ഈസ് ഡി. ഓക്കെ. അടുത്തത്. കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ ഈസ് ഡ്യൂ ടു എനി കാരിയർ കറന്റ് കാരിയർ ഈസ് പ്രൊപ്പോർഷണൽ ടു. സെമി കണ്ടക്ടർ കണ്ടക്ടിവിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ നേരത്തെ മെറ്റലിൻ്റെയും സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി പഠിച്ചു. മെറ്റലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മ എന്ന് പറയുന്നത് N ഇൻറ്റു മ്യൂ ഇൻറ്റു ക്യൂ മെറ്റലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മ എന്ന് പറഞ്ഞാൽ N ഇൻറ്റു മ്യൂ ഇൻറ്റു ക്യൂ ആയിരുന്നു. അത് സെമി കണ്ടക്ടർ വരുമ്പോൾ 2 കാരിയറും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ മോഡിഫൈഡ് ആയി. ഇത് നമ്മൾ പഠിച്ച ഇക്വേഷനാണ് N മ്യൂ N പ്ലസ് P മ്യൂ P Q. ഇതാണ് നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ. ഇത് എന്തിനൊക്കെയാണെന്ന്? മൊബിലിറ്റി ഓഫ് കാരിയർ കറക്റ്റ് അല്ലേ? സിഗ്മ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ മൊബിലിറ്റി ഡിപ്പെൻഡൻ്റ് ആണ് മ്യൂ. അപ്പോൾ അത് ആദ്യത്തെ പാർട്ട് ശരി. ഇലക്ട്രോണിക് ചാർജ് ക്യൂ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ സി ശരി. അടുത്തത് സർഫസ് സ്റ്റേറ്റ്സ് ഇതിനകത്ത് കാണുന്നതേ ഇല്ല. അപ്പോൾ അത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് കരിയർ കോൺസെൻട്രേഷനുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഹോൾ കോൺസെൻട്രേഷൻ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഇഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിനെ കണ്ടക്ടിവിറ്റി റിലേറ്റഡ് ആണ്, ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഹോൾ കോൺസെൻട്രേഷനും ആയിട്ട് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് റിലേറ്റഡ് ആയതുകൊണ്ട് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഹോൾ കോൺസെൻട്രേഷൻ ഇവിടെ N ഉം P ഉണ്ട്. അത് ഇഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് റിഫ്ലക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇതും ഫാക്ടറാണ്. അപ്പം 3 ആൻസർ ഉണ്ട്. കണ്ടക്ടിവിറ്റി ഈ ഇക്വേഷൻ അനുസരിച്ച് ആദ്യത്തെ 3 ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് 3. ഓക്കെ. ഒരു നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആപ്ലിക്കബിൾ അല്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആപ്ലിക്കബിൾ അല്ലാത്തത് ലാസ്റ്റ് മാത്രം. അപ്പോൾ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. മറ്റേത് 3 പ്രൊപ്പോർഷനാണ്. അത് ഡയറക്റ്റ് ആണ്. നമ്മുടെ ആൻസർ ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ആണ്. അപ്പോൾ നോട്ടാവുന്ന വരുന്നത് ഡി ആണ്. മറ്റേത് 3 പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഡി. അടുത്തത്. ദി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് സാമ്പിൾ ഓഫ് N-type സിലിക്കോൺ ഈസ് ബേസ്ഡ് അപ്പോൺ കരിയർ കോൺസെൻട്രേഷൻ ആൻഡ് കരിയർ മൊബിലിറ്റി വേരിയേഷൻസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്. N-type സിലിക്കോൺ ആണ്. കരിയർ കോൺസെൻട്രേഷൻ മൊബിലിറ്റി എല്ലാം വിത്ത് ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ അനുസരിച്ച്
ഇതിൻ്റെ എല്ലാം വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടക്ടിവിറ്റി, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി, അതുപോലെ അത് മെറ്റലിലും സെമി കണ്ടക്ടറിലും പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെമി കണ്ടക്ടർ അല്ല, സിലിക്കൺ ആണ്. സെമി കണ്ടക്ടറിൻ്റെ കേസിലാണ്. റെസിസ്റ്റിവിറ്റി ഓഫ് സിലിക്കോൺ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സിൻ്റെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. കണ്ടക്ടിവിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ്. അത് നാലാമത് കിടപ്പുണ്ട്, റെസിസ്റ്റിവിറ്റി ഡിക്രീസ്. അപ്പോൾ അത് കറക്റ്റ്. അടുത്ത് മൊബിലിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചു. അത് മെറ്റലിൻ്റെ കേസിലാണെങ്കിലും കൊള്ളാം, സെമി കണ്ടക്ടറിൻ്റെ കേസിലാണെങ്കിലും കൊള്ളാം. മൊബിലിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചിരിക്കുകയാണ് തിയറിയിൽ. കരിയർ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ കറക്റ്റ് ആണ്. കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, കരിയർ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. മെറ്റലാകുമ്പോൾ അത് വരില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു ഇക്വേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടണം. മെറ്റലായിരുന്നു എങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സിലിക്കന് പകരം മെറ്റലായിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു. ഇത് സിലിക്കനാണ്, സെമി കണ്ടക്ടറാണ്, കരിയർ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ അതും കറക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ 2ഉം 3ഉം 4ഉം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് വരുന്നത് എവിടെയാണ്? ബി. സോ ആൻസർ ഈസ് ബി. ഓക്കെ, കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്യുവർ സിലിക്കൺ ഹാസ് എൻ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ഓഫ് 1.5 into 10 to the power 10 per centimeter cube at 300 K. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ, പ്യുവർ സിലിക്കണിൻ്റെ ഇൻട്രിൻസിക് കോൺസെൻട്രേഷനാണ് പറഞ്ഞത്. വാട്ട് ഈസ് ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ അറ്റ് 400 Kelvin? അപ്പോൾ 300 Kelvinലുള്ള കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 400 Kelvin എത്ര കോൺസെൻട്രേഷൻ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കതൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വി വിൽ സീ ദാറ്റ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ കോൺസെൻട്രേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രിൻസിക് കോൺസെൻട്രേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷനാണ്. Na square equal to A into T cube into e raised to minus Eg/kT. അതിൽ Eg എന്ന് പറയുന്നത് എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടെമ്പറേച്ചർ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് Eg0 minus 3.6 into 10 to the power minus 4 into T. ഓക്കെ, അപ്പം നമ്മുടെ ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ 1.5 into Na equal to 1.5 into 10 raised to 10 per centimeter cube at 300 Kelvin. ഓക്കെ, അത് തന്നിട്ടുണ്ട്. ഇനി എന്ത് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ 400 Kelvin എത്രയാണെന്ന് ആ ക്വസ്റ്റ്യൻ. കെൽവിനിൽ ഈ വാല്യൂ എത്ര, അതാണ് ക്വസ്റ്റ്യൻ. വേറെ എന്ത് ഡേറ്റ തന്നിട്ടുണ്ട്? വി ആർ ഗിവൺ EGO 1.21 ഇലക്ട്രോൺ വോൾട്ട്. EGO is given 1.21 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ കെ തന്നിട്ടുണ്ട്. കെ നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല, കാരണം ഓൾറെഡി കെ വിളിച്ചിട്ടുണ്ട്. കെ is 8.6 into 10 to the power minus 5 EV. ഇത് തന്നിട്ടുണ്ട്. ഇത്രയും സാധനം ഡേറ്റ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 400 Kelvinലുള്ള ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ ആണ്, ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സോ ഞാൻ Na 300 Kelvinലുണ്ട്, അതിന് ഞാൻ N1 എന്ന് പറയാം. സോ N1 square equal to A into T cube e raised to minus Eg1/kT1. രണ്ടാമത്തെ 400 Kelvinൽ N2 square equal to A T2 cube e raised to minus Eg2/kT2. കറക്റ്റ്. റേഷ്യോ എടുക്കുന്നു. N1/N2 square equal to A ക്യാൻസൽ ചെയ്യും, T1/T2 cube e raised to minus Eg1/kT1 ഡിവൈഡ് ചെയ്യുമ്പോൾ മറ്റേ രണ്ടാമത്തെ ക്വാണ്ടിറ്റി പ്ലസ് ആവും. e raised to minus പ്ലസ് e raised to പ്ലസ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, e raised to എന്തുവായിരുന്നു ഡിവൈഡ് ചെയ്യുമ്പോൾ പ്ലസ് Eg2/kT2. ഓക്കെ, അപ്പോൾ അതിൽ T1 എന്ന് പറയുന്നത് എന്താണ്? 300 Kelvin അറിയാം, ഇക്വേഷൻ 1. T1 is 300 Kelvin അറിയാം. T2 എന്ന് പറയുന്നതാണ് വേണ്ടത്, 400 Kelvin. N1 തന്നിട്ടുണ്ട്, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. N1 എന്ന് പറയുന്നത് 1.5 into 10 to the power 10 തന്നിട്ടുണ്ട്. N2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അറിഞ്ഞുകൂടാ. അപ്പോൾ N1 into T1 T2 ആയി. Eg1 K എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. K എത്രയായിരുന്നു? K is 8.6 into 10 to the power minus 5. K is equal to തന്നിട്ടുണ്ട് 8.6 into 10 raised to minus 5. ഓക്കെ, ഓക്കെ ഉണ്ട്. ഇനിയുള്ളത് എന്താണ്? Eg1, Eg1ഉം Eg2 നമുക്ക് കണ്ടുപിടിക്കണം. Eg1 ഈക്വൽ ടു, ഞാനത് കണ്ടുപിടിക്കാൻ പോകും. Eg1 രണ്ടാമത്തെ ഇക്വേഷൻ
EG1 equal to EG0 1.21 minus 3.6 into 10 to the power minus 4 into the temperature T1 എന്ന് പറയുന്നത് 300 Kelvin, right? So will be equal to 1.21 minus 3.6 into 3 10.8 into 10 to the power minus 2. So 1.21 minus minus 0.10. So will be equal to 1.108 ഉണ്ട് 1 എടുക്കുകയാണെങ്കിൽ 1.1 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് EG1. അപ്പോൾ EG1 കിട്ടി. അതേപോലെ EG2 എന്ന് പറയുന്നത് 1.21 മൈനസ് 3.6 ഇൻറ്റു 10 to the power minus 4 ഇൻറ്റു ടെമ്പറേച്ചർ രണ്ടാമത്തെ ടെമ്പറേച്ചർ 400 Kelvin. So will be equal to 1.21 minus 0.36 into 4 144 will be equal to approximately എന്നിട്ട് 4 എടുക്കുന്നുള്ളൂ 1.07 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ EG1 കിട്ടി, EG2 കിട്ടി. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ നോക്കുക, N1/N2 സ്ക്വയർ ആണ് ഉള്ളത്. അത് റൂട്ട് എടുക്കണം N1/N2 കിട്ടാൻ വേണ്ടി. അത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ആവുന്നേ ഉള്ളൂ. N1/N2 സ്ക്വയർ കണ്ടുപിടിക്കുക, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ N1/N2 കിട്ടും. എന്നിട്ട് N1ൻ്റെ വാല്യൂ നമുക്കറിയാം, N1 ഓൾറെഡി ഗിവൺ. ഓക്കെ, അപ്പോൾ N2 ഓട് അൺനോൺ ആണ്, ഒരു അൺനോൺ N2. T1 കിട്ടി 300 Kelvin, T2 തന്നിട്ടുണ്ട് 400 Kelvin. അപ്പോൾ അതറിയാം. EG1 ഞാനിപ്പോൾ കണ്ടുപിടിച്ചു 1.1 ഇലക്ട്രോൺ വോൾട്ട്. K തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ തന്നെ 8.6 into 10 to the minus 5. T1 അറിയാം 300. EG2 അതുകൂടെ റേഷ്യോ എടുക്കുമ്പോൾ അതങ്ങ് പോകും. EG2 എന്ന് പറയുന്നത് 1.07 ഇലക്ട്രോൺ വോൾട്ട്. K തന്നിട്ടുണ്ട്, T2 400 Kelvin. പിന്നെ അത് എല്ലാ ക്വാണ്ടിറ്റിയും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് N2ൻ്റെ വാല്യൂ കിട്ടും. അത് കണ്ടുപിടിക്കണം. ഞാൻ ഇവിടെ കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. സോ യു ക്യാൻ സിംപ്ലിഫൈ ആൻഡ് യു വിൽ ഗെറ്റ് ആൻസർ ആസ് 8.15 into 10 to the power 12. അത് ചെയ്ത് നോക്കണം. സോ യു ഗെറ്റ് ആൻസർ. അപ്പോൾ അതാണ് ഫോർമുല തന്നിട്ടുണ്ട്. ഫോർമുല അപ്ലൈ ചെയ്യണം. ഇച്ചിരി കാൽക്കുലേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫോർമുല അറിഞ്ഞിരിക്കണം, പ്രോപ്പറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കാൽക്കുലേഷൻ തെറ്റാതെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. Assume Na equal to 1.45 into 10 to the power 10 per centimeter cube for silicon. Na intrinsic concentration തന്നിട്ടുണ്ട്. If in an n-type silicon sample, donor concentration is at 300 Kelvin is 5 into 10 to the power 14 per centimeter cube. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ഡോണർ കോൺസെൻട്രേഷൻ ND is given 5 into 10 to the power 40. Na എന്ന് പറയുന്നത് ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1.45 into 10 to the power 10. ഓക്കെ, പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണല്ല, പെർ സെൻറ്റിമീറ്റർ. Correspond to one impurity atom per 10 to the power 8 silicon atoms. Electron and concentration will be, നമുക്കറിയാം n-type semiconductor ആണ്. സോ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഡോണർ കോൺസെൻട്രേഷനെ കാട്ടി കൂടുതലായിരിക്കും. സോ N will be greater than ND. ഓക്കെ, ബിക്കോസ് n-type semiconductor N will be greater than ND. സോ അത് ചോദിക്കാം. ഇനി അടുത്തത് N into P equal to Na square. നമുക്കറിയാം ഇക്വേഷൻ N into P equal to Na square. അതിൽ നമുക്ക് P കിട്ടും, P equal to Na square by Na square എന്ന് പറയുന്നത് Na square by N. So equal to 1.45 into 1.45 into 10 to the power 20 divided by concentration is 5 into 10 to the power 14. Okay, which is equal to 1.45 into 1.45 0.9 into 0.9 into 1.45 by 5 into 2 10 45 5 into 9 45. Okay, 0.95 into 1.45 into 10 raised to 6 is equal approximately എടുക്കാം 0.29 0.3 എടുക്കുന്നു. സോ 0.3 into 4 4.3 അപ്രോക്സിമേറ്റ് ആണ് ഇൻറ്റു 10 to the power 0.435 0.435 1.45 into 0.3 0.435 into 10 raised to 5 or is equal to approximately 4.35 into 10 to the power 6 ആണിത് 5. ഓക്കെ, സോ P equal to 4.3 കാൽക്കുലേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം.
സോ വി ആർ ഗെറ്റിംഗ് 4.35 into 10⁵. ഇതാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പി എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എൻ ഡി ആണ്. അതുകൊണ്ട് എൻ വാല്യൂ ഗ്രേറ്റർ ദാൻ എൻ ഡി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 into 10⁻14 ആയതുകൊണ്ട് പിയുടെ വാല്യൂ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ. കാരണം എൻ ഗ്രേറ്റർ ആയതുകൊണ്ട് എൻ ഈക്വൽ ടു എന്നുള്ള ബേസിലാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. സിൻസ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഡോണർ കോൺസെൻട്രേഷൻ, എന്നിൻ്റെ വാല്യൂ ഡോണർ കോൺസെൻട്രേഷനായിട്ട് കൂടുതലാണ്. കാരണം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയതുകൊണ്ട് നമ്മൾ ഈക്വലിനുള്ള കണ്ടീഷനിലാണ് നമ്മൾ എൻ ഇൻറ്റു പി ഈക്വൽ ടു NI സ്ക്വയർ എന്ന് വെച്ചാൽ അപ്പോൾ കിട്ടിയ പിയുടെ വാല്യൂ ആണ് 4.35. അപ്പോൾ ശരിക്കും പി എന്ന് പറയുന്നത് അതിനെക്കാട്ടി കുറവായിരിക്കും. നമുക്ക് കിട്ടിയ വാല്യൂ 4.35 into 10⁵. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എൻ വിൽ ബി ഗ്രേറ്റർ ദാൻ എൻ ഡി. എൻ ഡി എന്ന് പറഞ്ഞാൽ 5 into 10⁻14 ആൻഡ് പി വിൽ ബി ലെസ് ദാൻ 4.3 into 10⁵. അപ്പോൾ ഇത് വരുന്നത് എവിടെയാണ്? എൻ ഗ്രേറ്റർ ദാൻ 5 സി ആണ് വരുന്നത്. എൻ ഗ്രേറ്റർ ദാൻ 5 ആൻഡ് പി ലെസ് ദാൻ 4.3 എന്ന 4.2 ആണ്. അത് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഞാൻ ചെയ്ത കാൽക്കുലേഷൻ എന്നുള്ള ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. 4.3 എന്നുള്ളത് 4.2. സോ ദ ആൻസർ ഈസ് ക്ലിയർ ആയോ? അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഡോണർ കോൺസെൻട്രേഷൻ 5 into 10⁻14 എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആ വാല്യൂ ആയിരിക്കും. സോ അതൊന്ന് എൻ ഗ്രേറ്റർ ദാൻ ആ തന്നിരിക്കുന്ന വാല്യൂ 5 into 10⁻14. നമ്മൾ എൻ ഈക്വൽ ടു പി, എൻ ഇൻറ്റു പി NI സ്ക്വയർ എന്ന് ഉപയോഗിക്കുന്നു. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇതേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ പി കണ്ടുപിടിക്കുന്നു. പക്ഷേ നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ ശരിക്കും അതിൽ കൂടുതലാണ്. പക്ഷേ നമ്മൾ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പി കിട്ടുന്നു. എൻ ഇതിനെക്കാട്ടി കൂടുതലായതുകൊണ്ട് പിയുടെ വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂവിനെക്കാട്ടി കുറവായിരിക്കും. സോ എൻ വിൽ ബി ഗ്രേറ്റർ ദാൻ എൻ ഡി ആൻഡ് പി വിൽ ബി ലെസ് ദാൻ ദ വാല്യൂ ദാറ്റ് വി ഹാവ് കമ്പ്യൂട്ടഡ് ഒബ്റ്റൈൻഡ്. Now, consider the following statements for an N-type semiconductor bar. Donor level ionization decreases with the temperature. തെറ്റാണ്. Donor level ionization increases with the temperature. ശരിയാണ്. Donor level ionization is independent of temperature. തെറ്റാണ്. Donor level ionization temperature അനുസരിച്ച് കൂടുക ചെയ്യുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, donor level ionization increases as donor energy level move towards the conduction band. നമുക്കറിയാം N-type semiconductorൽ കണ്ടക്ഷൻ ബാൻഡ് അടുത്താണ് ഫെർമി ലെവൽ ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് മൂവ്സ് ടുവേഴ്സ് കണ്ടക്ഷൻ ബാൻഡ് അറ്റ് എ ഗീവൺ ടെമ്പറേച്ചർ. ഇതും കറക്റ്റാണ്. അപ്പോൾ രണ്ടാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത എ സിലിക്കൺ സാമ്പിൾ ഇസ് ഡോപ്ഡ് വിത്ത് 10⁻18 ആറ്റംസ് per centimeter cube of boron. Another sample B is ഐഡൻറ്റിക്കൽ ഡയമെൻഷൻ ആണ്, ഡോപ്ഡ് വിത്ത് 10⁻18 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഫോർ ഫോസ്ഫറസ്. അപ്പോൾ ഒന്ന് ഫോസ്ഫറസും ഒന്ന് ബോറോണുമാണ്. ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഫോസ്ഫൈഡ് ആണ്. അപ്പോൾ അത് 5th ഗ്രൂപ്പാണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനാണ്. ബോറോൺ എന്ന് പറഞ്ഞാൽ 3rd ഗ്രൂപ്പിലെ ഇമ്പ്യൂരിറ്റി ആണ്. സോ വിൽ ഗെറ്റ് റിസൾട്ട് ഇസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് കേസിൽ നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും, രണ്ടാമത്തെ കേസിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറുമാണ്. ഇതാണ് നമുക്ക് തന്നെ സിലിക്കൺ ഡോപ്പ് ചെയ്തത്. ആദ്യം ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി, രണ്ടാമത്തത് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി. റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ടു ഹോൾ മൊബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് 3. അത് തന്നിട്ടുണ്ട്. സോറി, റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ടു ഹോൾ മൊബിലിറ്റി ഈസ് ഓൾസോ ഗിവൺ ആസ് 3. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, N ഇൻറ്റു മ്യൂ ഇൻറ്റു Q. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മുടെ പി ടൈപ്പ് ആണ്. സിഗ്മ പി ഈക്വൽ ടു N ഇൻറ്റു മ്യൂ പി ഇൻറ്റു Q, പി ഇൻറ്റു. രണ്ടാമത്തെ കേസിൽ ഇലക്ട്രോൺ ആണ്, എൻ ടൈപ്പ് ആണ്. സിഗ്മ N ഈക്വൽ ടു N ഇൻറ്റു മ്യൂ N ഇൻറ്റു Q. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 റേഷ്യോ എടുക്കുന്നു, സിഗ്മ പി ബൈ സിഗ്മ N. സിഗ്മ പി റേഷ്യോ കണ്ടക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടക്ടിവിറ്റി സിഗ്മ പി ആദ്യത്തെ, രണ്ടാമത്തെ സിഗ്മ N. റേഷ്യോ ആദ്യത്തെ രണ്ടും ക്യാൻസൽ ചെയ്യും. N ക്യാൻസൽ ചെയ്യും, പി ആണെങ്കിലും N ആണെങ്കിലും ഇത് ക്യാൻസൽ ചെയ്യും. സോ കോൺസെൻട്രേഷൻ ക്യാൻസൽ ചെയ്തു, Q ക്യാൻസൽ ചെയ്തു. പിന്നെ ഉള്ളത് മ്യൂ പി ബൈ മ്യൂ N. റൈറ്റ്, മ്യൂ പി ബൈ മ്യൂ N. മ്യൂ പി എന്ന് പറയുന്നത് എത്രയാണ്? റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ടു ഹോൾ മൊബിലിറ്റി തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ ടു ഹോൾ മൊബിലിറ്റി തന്നിരിക്കുന്നത്, അതായത് മ്യൂ N ബൈ മ്യൂ പി തന്നിരിക്കുന്നത് 3. അപ്പോൾ മ്യൂ പി ബൈ മ്യൂ N എത്രയാണ്? 1/3. ഓക്കെ, ഇലക്ട്രോൺ ടു ഹോൾ മൊബിലിറ്റി ആണ് 3 തന്നിരിക്കുന്നത്. അപ്പോൾ ഹോൾ ടു ഇലക്ട്രോൺ മൊബിലിറ്റി അതിൻ്റെ നേരെ തിരിച്ചാണ് 1/3. ഇത്രയേ ഉള്ളൂ. സോ റേഷ്യോ ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് സാമ്പിൾ A to B വിൽ ബി 1/3. ആൻസർ ഈസ് ബി. ഒന്നുമില്ല, ആദ്യത്തെ ഇക്വേഷൻ സിഗ്മ ഈക്വൽ ടു N ഇൻറ്റു മ്യൂ ഇൻറ്റു Q, അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സിഗ്മ പി എഴുതി, N ഇൻറ്റു മ്യൂ പി ഇൻറ്റു Q, സിഗ്മ N ഇൻറ്റു മ്യൂ N ഇൻറ്റു Q. റേഷ്യോ എടുക്കുന്നു, സിഗ്മ പി ബൈ സിഗ്മ N ഈക്വൽ ടു മ്യൂ പി ബൈ മ്യൂ N.
അതിൽ mu n by mu p mu 3 തന്നിട്ടുണ്ട്. അപ്പോൾ mu p by mu n എന്ന് പറഞ്ഞാൽ 1/3. ഓക്കെ, സോ ആൻസർ ഈസ് ബി. ഓക്കെ, അടുത്ത പ്രോബ്ലം. എ ഹെവിലി ഡോപ്ഡ് എൻറ്റയർ സെമി കണ്ടക്ടർ ഹാസ് ദ ഫോളോയിങ് ഡേറ്റ. ഡോപ്പിംഗ് ആണ്. അതിൽ ഹോൾ ഇലക്ട്രോൺ മൊബിലിറ്റി റേഷ്യോ 0.4. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇസ് ഗിവൺ ആസ് 4.2 into 10⁸ atoms per meter cube. Intrinsic concentration is given as 1.5 into 10⁴ atoms per meter cube. The ratio of conductance of entire semiconductor to that of intrinsic semiconductor of the same material at the same temperature. അതാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടക്ടിവിറ്റിയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഉള്ളത് എൻ ടൈപ്പ് ഉണ്ട്, പിന്നെ ഇൻട്രിൻസിക് ഉണ്ട്. ആദ്യം എൻ ടൈപ്പിൻ്റെ കണ്ടക്ടിവിറ്റി സിഗ്മ എൻ എന്ന് പറയുന്നത് സിഗ്മ എൻ ഈക്വൽ ടു എൻ ഇൻറ്റു ക്യൂ ഇൻറ്റു മ്യൂ എൻ. ഓക്കെ, ദറ്റ് ഈസ് എ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അടുത്തത് കണ്ടക്ടിവിറ്റി ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. സിഗ്മ ഐ ഈക്വൽ ടു എൻ ഐ ഇൻറ്റു ക്യൂ ഇൻറ്റു മ്യൂ എൻ പ്ലസ് മ്യൂ പി. ഓക്കെ, അപ്പോൾ എൻ ടൈപ്പിൻ്റെ കണ്ടക്ടിവിറ്റി എൻ ഇൻറ്റു ക്യൂ ഇൻറ്റു മ്യൂ എൻ. ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി സിഗ്മ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എൻ ഐ ഇൻറ്റു ക്യൂ ഇൻറ്റു ബ്രാക്കറ്റ് മ്യൂ എൻ പ്ലസ് മ്യൂ പി. ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് കണ്ടക്ടൻസ് ഓഫ്, അപ്പോൾ ഇതിന് റേഷ്യോ എടുക്കുന്നു 1/2. സോ വിൽ ഗെറ്റ് സിഗ്മ എൻ ബൈ സിഗ്മ ഐ വിൽ ബി ഈക്വൽ ടു ക്യൂ ക്യാൻസൽ ചെയ്യും, എൻ ഇൻറ്റു മ്യൂ എൻ ഡിവൈഡ് ബൈ എൻ ഐ ഇൻറ്റു മ്യൂ എൻ പ്ലസ് മ്യൂ പി. റൈറ്റ്, ഇറ്റ് ഇസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 10⁴.82 ഇൻറ്റു 10⁸. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 1.5 ഇൻറ്റു 10⁴. അപ്പോൾ എന്നും എൻ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ തന്നിരിക്കുന്നത് റേഷ്യോ ഹോൾ ടു ഇലക്ട്രോൺ മൊബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മ്യൂ എന്നിൻ്റെ പുറത്തെടുക്കുന്നു, മ്യൂ എൻ ന്യൂമറേറ്റർ ബ്രാക്കറ്റ്, ഇവിടെ മ്യൂ എൻ പുറത്തെടുക്കുന്നു ബ്രാക്കറ്റ് 1 പ്ലസ് മ്യൂ പി ബൈ മ്യൂ എൻ. ഓക്കെ, മ്യൂ എന്നെ കോമൺ ആയിട്ട് എടുത്താൽ മ്യൂ എൻ ക്യാൻസൽ ചെയ്യുന്നു. സോ വിൽ ബി ഈക്വൽ ടു 4.2 ഇൻറ്റു 10⁴ ഡിവൈഡ് ബൈ 1.5, 10⁴ ക്യാൻസൽ ചെയ്തു ബ്രാക്കറ്റ് 1 പ്ലസ് റേഷ്യോ ഓഫ് ഹോൾ ടു ഇലക്ട്രോൺ മൊബിലിറ്റി തന്നിട്ടുണ്ട് 1.4. റൈറ്റ്, മ്യൂ പി ബൈ മ്യൂ എൻ ആദ്യം തന്നിട്ടുണ്ട് 0.4 തന്നിട്ടുണ്ട്. സോ മ്യൂ പി ബൈ മ്യൂ എൻ ഈസ് 0.4. സോ 1.4 എന്ന് വരും. 4.2 by 1.4 is 3. So will be equal to 3 divided by 1.5 into 10⁴. Okay. But 1.4, 4.2 cancelling 3 by 1.5. 3 by 1.5 എന്ന് പറയുന്നത് 2. So 2 into 10⁴. എന്നുവെച്ചാൽ എത്ര? 2 കഴിഞ്ഞ് 4 0. So 20,000. The ratio is 20,000. Answer is D. Okay. അപ്പോൾ ഇവിടെ നമ്മൾ ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. കണ്ടക്റ്റൻസിൻ്റെ റേഷ്യോ ഇപ്പം എൻ മെറ്റീരിയലുണ്ട്, ഇൻട്രൻസിക് മെറ്റീരിയലുണ്ട്. എൻ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എൻ ഇൻറ്റു ക്യൂ ഇൻറ്റു മ്യൂ എൻ. ഇൻട്രൻസിക് മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എൻ ഐ ഇൻറ്റു ക്യൂ ഇൻറ്റു മ്യൂ എൻ പ്ലസ് മ്യൂ പി. റേഷ്യോ എടുക്കുക. അവിടെ ഒരു മൊബിലിറ്റി തരാത്തത് കൊണ്ട് നമ്മൾ മ്യൂ എൻ കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്തിട്ട് 1 പ്ലസ് മ്യൂ പി ബൈ മ്യൂ എൻ ആ റേഷ്യോ ചെയ്തിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വി ഗെറ്റ് 20. ആൻസർ ഈസ് ഡി. Drift velocity in silicon varies with applied electric field. നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഇ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ സിലിക്കൺ വേരി വിത്ത് അപ്ലൈഡ് ഇലക്ട്രിക് വോൾട്ടേജ്. നമുക്കറിയാം ഇതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് വേരി എന്നുണ്ടെന്ന് ഇക്വേഷൻ അനുസരിച്ച് അറിയാം. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മ്യൂവിനെയും കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ല. വി ഡി ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഇ. ഇക്ക് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്, മ്യൂവിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പോൾ മ്യൂവിൻ്റെ വേരിയേഷൻ കൂടെ അറിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മ്യൂവിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്? മ്യൂവിൻ്റെ മൊബിലിറ്റിയുടെ വേരിയേഷൻ ടെമ്പറേച്ചറിനനുസരിച്ച് മ്യൂവിൻ്റെ വേരിയേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മ്യൂവിൻ്റെ വേരിയേഷൻ വിത്ത് റിസ്പെക്ട് ടു ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് മ്യൂവിൻ്റെ വേരിയേഷൻ എങ്ങനെയായിരുന്നു? ആദ്യം നമ്മളറിയാം ഏതോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 10⁻³ റൈറ്റ്, സോറി 10⁻³ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ വരെ 10⁻³ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ കോൺസ്റ്റൻ്റ് ആയിരുന്നു. അത് കഴിയുമ്പോൾ പ്രൊപ്പോർഷണൽ ടു e⁻⁻½ ആണ്. അത് കഴിയുമ്പം കുറേ കൂടെ ഭയങ്കര റേറ്റിൽ ഇങ്ങനെ ഡിക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് ഇത് വേരിയേഷൻ. ഈ പ്രൊപ്പോർഷൻ പറഞ്ഞാൽ e⁻⁻½ റൂട്ട് ഓഫ് ദിസ് വേരിയേഷൻ ഈസ് e⁻⁻⁻1. ഇത് കോൺസ്റ്റൻറ്റ്. ഇത് 10⁻³ വരെ
ഇത് 10⁴ വരെ 10⁴. ഇതാണ് നമ്മുടെ മ്യൂവിൻ്റെ വേരിയേഷൻ ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. വേരിയേഷൻ ഓഫ് മ്യൂ ഈസ് കോൺസ്റ്റൻറ്റ് അപ് ടു 10⁻³ വോൾട്ട് പെർ സെൻറ്റിമീറ്റർ കോൺസ്റ്റൻ്റ് ആണ്. അത് കഴിയുമ്പോൾ റൂട്ട് ഓഫ് ഇൻവേഴ്സൽ പ്രൊപ്പോർഷൻ റൂട്ട് ഇ, അത് കഴിയുമ്പോൾ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ഇ. ഫസ്റ്റ് 10⁴ വരെ ഇൻവേഴ്സൽ പ്രൊപ്പോർഷൻ റൂട്ട് ഇ, 10⁴ കഴിഞ്ഞാൽ ഇൻവേഴ്സൽ പ്രൊപ്പോർഷൻ ടു ഇ. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഡ്രിഫ്റ്റ് ഇവിടെ നോക്കുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വേരിയേഷൻ വിഡിയുടെ വേരിയേഷൻ എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച്. അപ്പോൾ മ്യൂ ഉണ്ട്, ഇ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. വിഡി മ്യൂ ഇ മാത്രം നോക്കുകയാണെങ്കിൽ ലീനിയർലി പ്രൊപ്പോർഷൻ ആണ്, വേരിയേഷൻ നേരെയാണ്. മ്യൂവിൻ്റെ തുടക്കത്തിൽ റേഞ്ചിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മ്യൂ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും, കെ ഇൻറ്റു ഇ ആയിട്ട് വരും. അതായത് 10⁻³ വരെ മ്യൂ വേരി ചെയ്യുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. പക്ഷേ ഈ വി ഡിക്ക് അനുസരിച്ച് ലീനിയർ ആയിട്ട് പ്രൊപ്പോർഷനാണ്. അപ്പോൾ വി ഡി 10⁻³ വരെ ലീനിയർ വേരിയേഷനാണ്. റൈറ്റ്, കറക്റ്റാണ്. മ്യൂവിനനുസരിച്ച് വേരിയേഷൻ ഒന്നുമില്ല, കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇക്ക് അനുസരിച്ച് വേരിയേഷൻ ഉണ്ട്, ലീനിയർലി പ്രൊപ്പോർഷൻ അതുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി 10⁻⁴ വരെ മ്യൂവിൻ്റെ വേരിയേഷൻ റൂട്ട് ഓഫ് ഇക്ക് ഇൻവേഴ്സൽ പ്രൊപ്പോർഷനാണ്. ഇത് ഇക്വേഷൻ അല്ലെങ്കിൽ വി ഡി എന്ന് പറയുന്നത് നേരെ ഇക്ക് പ്രൊപ്പോർഷനാണ്. ഇക്ക് അനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകേണ്ടതാണ്. അവിടെ റൂട്ട് ഇക്ക് അനുസരിച്ച് ഒരു ചെറിയൊരു ഡിക്രീസ് വന്നതുകൊണ്ട് ഇവൻ ഒരു വേരിയേഷൻ കുറച്ച് അത്രയും ലീനിയറായിട്ട് പോവില്ല, കുറച്ച് കുറഞ്ഞു. 10⁻⁴ കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇൻവേഴ്സൽ പ്രൊപ്പോർഷൻ ടു ഇ ആണ് മ്യൂവിൻ്റെ വേരിയേഷൻ. മ്യൂ ഇൻവേഴ്സൽ പ്രൊപ്പോർഷൻ ടു ഇ ആണ്, വി ഡി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു ഇ ആണ്. ഒന്ന് ഇൻവേഴ്സൽ പ്രൊപ്പോർഷൻ ടു ഇ, മറ്റേ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു ഇ. രണ്ടും ക്യാൻസൽ ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇതാണ് വേരിയേഷൻ, വിഡിയുടെ വേരിയേഷൻ. അപ്പോൾ നമുക്കറിയാം മോണോട്ടോണിക്കലി ഇൻക്രീസസ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് തെറ്റ്. ഫസ്റ്റ് ഇൻക്രീസസ് ലീനിയർലി 10⁻³ വരെ, ദെൻ സബ് ലീനിയർലി ഇൻക്രീസസ് കറക്റ്റ്. പിന്നെ ഒരു ചെറിയൊരു വേരിയേഷൻ വേറെ രീതിയിലാണ് വരുന്നത്, സബ് ലീനിയർലി ഇൻക്രീസസ് ആൻഡ് പിന്നെ അത് കഴിഞ്ഞ് ഫൈനലി അറ്റൈൻ സാച്ചുറേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബി. മനസ്സിലായല്ലോ? പിന്നെ സി ഇറ്റ് ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്, അത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി റിമെയിൻ അൺചേഞ്ച്, അതും തെറ്റാണ്. അപ്പോൾ നമ്മൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബി മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, വിഡിയുടെ ഇക്വേഷൻ വി ഡി ഈസ് ഈക്വൽ ടു മ്യൂ ഇ. ഇപ്പോൾ മ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിപ്പെൻഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ, മ്യൂ ഇല്ലായിരുന്നെങ്കിൽ, വി ഡി മ്യൂ ആയിരുന്നെങ്കിൽ നേരെ അങ്ങ് ലീനിയറായിട്ട് ഒറ്റ ലീനിയറായിട്ട് വരച്ചാൽ മതിയായിരുന്നു. പക്ഷേ മ്യൂവിൻ്റെയും കൂടെ ഡിപ്പെൻഡൻസ് നോക്കണം, കാരണം മ്യൂവിനെ ഡിപ്പെൻഡൻ്റ് ആണ്. മ്യൂവിൻ്റെ ഡിപ്പെൻഡൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10⁻³ വരെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. 10⁻³ തൊട്ട് 10⁻⁴ വരെ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സൽ പ്രൊപ്പോർഷൻ ടു റൂട്ട് ഇ ആണ്. 10⁻⁴ കഴിഞ്ഞാൽ ഇൻവേഴ്സൽ പ്രൊപ്പോർഷൻ ടു ഇ ആണ്. ഇതാണ് മ്യൂവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിവിടെ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 10⁻³ വരെ മ്യൂവിന് ഇഫക്റ്റില്ല, കാരണം മ്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് വി ഡി ഈസ് ഈക്വൽ ടു ഇ ലീനിയർലി റൈസ് ചെയ്യുന്നു 10⁻³ വരെ. അത് കഴിയുമ്പോൾ മ്യൂ എന്ന് പറയുന്നത് കുറയുന്നു റൂട്ട് ഇക്ക്, പക്ഷേ വി ഡി എന്ന് പറയുന്നത് ഇക്ക് പ്രൊപ്പോർഷനായിട്ട് കൂടുന്നു. മറ്റേ റൂട്ട് ഇയേ ഉള്ളൂ, അതുകൊണ്ട് ഇഫക്റ്റിൽ കൂടും. പക്ഷേ ആ വേരിയേഷൻ ഒന്ന് കംപ്രസ്ഡ് ആയി, നേരത്തെ അത്രയും പോകില്ല. 10⁻⁴ കഴിഞ്ഞാൽ വി ഡി ഡയറക്റ്റായിട്ട് പ്രൊപ്പോർഷനാണ്, മ്യൂ ഇൻവേഴ്സൽ പ്രൊപ്പോർഷനാണ്. രണ്ടും ക്യാൻസൽ ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇതാണ് വേരിയേഷൻ. സോ ആൻസർ ഈസ് ബി. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. Two scattering mechanisms exist in a semiconductor. If only the first mechanism is present, mobility is 250. If only second mechanism is present, mobility is. രണ്ട് സ്കാറ്ററിംഗ് മെക്കാനിസം ഉണ്ട്, രണ്ടിനനുസരിച്ചുള്ള മൊബിലിറ്റി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇഫക്റ്റീവ് മൊബിലിറ്റി വെൻ ബോത്ത് ആർ പ്രസൻറ്റ്? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 1/μ ഈക്വൽ ടു, ഇപ്പോൾ പല സ്കാറ്ററിംഗ് ഉണ്ടെങ്കിൽ 1/μ1 + 1/μ2 + 1/μ3 ഇങ്ങനെ അങ്ങോട്ട് പോകും, പ്ലസ് എച്ച്. ഇവിടെ രണ്ട് സ്കാറ്ററിംഗ് ഉണ്ട്. സോ 1/μ ഈക്വൽ ടു 1/μ1 1/250 cm² per volt second പ്ലസ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് 1/500. രണ്ടെണ്ണേ ഉള്ളൂ. സോ വിൽ ബി ഈക്വൽ ടു 500 ആകുമ്പോൾ 2 + 3 / 500, ഓർ മ്യൂ എന്ന് പറയുന്നത് 500/3. 500/3 ഈസ് 166 120.6. യൂണിറ്റ് ഈസ് cm² per volt second. സോ ആൻസർ ഈസ് ബി. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ 1/μ3 കൂടെ ഇടണം. അപ്പോൾ ഏതൊക്കെ സ്കാറ്ററിംഗ് ഉണ്ടോ
അതിനനുസരിച്ചുള്ള മൊബിലിറ്റി വേരിയേഷൻ ആണ് 1/μ1 പ്ലസ് 1/μ2 പ്ലസ് 1/μ3. ഇവിടെ 2 സ്കാറ്ററിംഗ് പറയുന്നുള്ളൂ. 1/μ1 പ്ലസ് 1/μ2, 1/250 പ്ലസ് 1/500. സോ ആൻസർ ഈസ് 166.6 centimeter square per volt. Okay, that's all.